മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/9/1964 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. അനിഴമാണ് നക്ഷത്രം, അനിഴം 3-ാം പാദം. മേടലഗ്നം. 2-ൽ വ്യാഴം ഗുളികൻ, 3-ൽ രാഹു, 4-ൽ ശുക്രൻ കുജൻ, 5-ൽ സൂര്യൻ ബുധൻ, 6-7 ഭാവങ്ങൾ ശൂന്യം, 8-ൽ ചന്ദ്രൻ, 9-ൽ കേതു, 10 ശൂന്യം, 11-ൽ ശനി, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ഒന്ന്, ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ കുജൻ നീചനായി കർക്കടകത്തിൽ നിൽക്കുന്നു. അതിനോടൊത്ത് വിവാഹകാരക ഗ്രഹം ശുക്രനും നിൽക്കുന്നു. പ്രത്യേകിച്ച് കുജൻ ലഗ്നാധിപനായിട്ട് വരികയും നീചനായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് പൊതുവെ അല്പം ടഫായിട്ടുള്ള ജീവിതത്തിൻ്റെ അല്പം ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ കയ്പേറിയ സാഹചര്യങ്ങളിലൂടെ നടക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാം. കട്ടി സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ് കുജൻ, ശനി, സൂര്യൻ, അതുപോലെ തന്നെ ഛായാഗ്രഹമായിട്ടുള്ള രാഹു. അപ്പോൾ ഇത്തരം രാഹു ഒഴിച്ചുള്ള സൂര്യനായിക്കോട്ടെ, അതല്ലെങ്കിൽ ശനി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കുജനായിക്കോട്ടെ നീചനായി നിൽക്കുന്നുവെങ്കിൽ അത് പ്രത്യേകം എടുത്ത് തന്നെ പരിശോധിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് ലഗ്നാധിപനായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും. ഇവിടെ കുജൻ ലഗ്നാധിപനാണ്, ഒപ്പം തന്നെ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുമുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകേണ്ടുന്ന അല്ലെങ്കിൽ പരിഹാരമാകേണ്ടുന്ന വ്യാഴം 2-ൽ ഗുളികനോടൊത്ത് രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഉപരി ലഗ്നത്തിലേക്ക് 11-ൽ നിൽക്കുന്ന ശനിയുടെ 3ാമത്തെ ദൃഷ്ടി. അപ്പോൾ ഇവിടെ ലഗ്നത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി എത്തുന്ന സമയത്ത് അത് നീചദൃഷ്ടിയായി മാറും. അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ തന്നെ ഈ വ്യക്തിക്ക് നെഗറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കൈപ്പേറിയ ടഫായിട്ടുള്ള ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ലഗ്നാധിപൻ നീചനുമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രനും നീചനാണ്. അനിഴം ചന്ദ്രന് നീചൻ സംഭവിക്കുന്ന നക്ഷത്രവുമാണ്. ചന്ദ്രൻ നീചനായി 8-ൽ നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹുവിൻ്റെ 6ാം ദൃഷ്ടി വരികയും ചെയ്യുന്നുണ്ട്. ഇതും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ രീതി സ്വഭാവം തന്നെയാണ്. പ്രത്യേകിച്ച് ചന്ദ്രൻ അനിഴം നക്ഷത്രം, ചന്ദ്രന് നീചം സംഭവിക്കുന്ന നക്ഷത്രം വരികയും അവിടേക്ക് ഇവിടെ രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടി, ശനിയുടെ 10ാമത്തെ ദൃഷ്ടി, ഇതൊന്നും തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല. എന്ന് വെച്ചാൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി എത്തിയാൽ തന്നെയും ആ സൗഭാഗ്യങ്ങളെക്കാൾ എല്ലാം മുകളിലായി ടെൻഷൻ, മാനസികമായിട്ട് അസ്വസ്ഥതകൾ, എന്ന് വെച്ചാൽ ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, റെസ്റ്റ്ലെസ് ആയിട്ട് മനസ്സ് ഇരിക്കുന്ന അവസ്ഥ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്തോ ചിന്തിച്ചോ പറഞ്ഞോ കേട്ടോ അറിഞ്ഞോ ഒക്കെ ആയിട്ട് മനസ്സ് അസ്വസ്ഥമാകുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരവസ്ഥയുമാണത്. സ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ജീവിതം ഏറ്റവും സന്തോഷകരവും തൃപ്തികരവുമാകുക. പണം പോലും രണ്ടാമതാണ് പലപ്പോഴും. പണമുണ്ടായി എന്ന് കരുതി സ്വസ്ഥത ഉണ്ടായിക്കോണമെന്നില്ല. സ്വസ്ഥതയുള്ള ഒരാൾക്ക് പണം ഉണ്ടാകുമ്പോഴാണ് അതിന് കൃത്യമായിട്ടൊരു അർത്ഥം, തലം ഒക്കെ ഉണ്ടാകുന്നത്. ഇവിടെ ചന്ദ്രൻ വളരെ മോശാവസ്ഥയിൽ തന്നെയാണ്. രാഹുവിൻ്റെ ദൃഷ്ടി വന്നതോടുകൂടി മനസ്സിനെ പേടിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടി വന്നതോടുകൂടി മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കും. ഉപരി ചന്ദ്രൻ നീചനുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം വ്യക്തികൾ ശ്രദ്ധിച്ച് തന്നെ വേണം പോകാനായിട്ട്. അതിനേക്കാൾ ഉപരി വിവാഹ സംബന്ധമായി താരതമ്യേന നേരത്തെ തന്നെ പാർട്ട്ണറിനെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഈ ഗ്രഹനിലയിൽ സംഭവിച്ചിട്ടുണ്ട്. 3, 6, 7 ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ കർക്കടകത്തിൽ നീചനായ കുജനോടൊത്ത് നിൽക്കുന്നു. ശുക്രൻ കർക്കടകത്തിൽ നിൽക്കുന്നതേ നല്ലതല്ല. അത് നീചനായ കുജൻ, പ്രത്യേകിച്ചും ലഗ്നാധിപൻ, ലഗ്നത്തിൽ ശനിയുടെ ദൃഷ്ടി, ഗുളികൻ്റെ ദൃഷ്ടി വളരെ മോശം തന്നെയാണ്. പ്രത്യേകിച്ചും കർക്കിടകത്തിൽ ശുക്രൻ നിന്നാൽ തന്നെ ഒന്നിലധികം വിവാഹം ഉണ്ടാകുന്ന ധാരാളം പേരുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്. ഇവിടെ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുകയും അവിടേക്ക് നീചനായ കുജൻ തൻ്റെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്നു.
ഇവിടെയൊന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നില്ല. വ്യാഴം ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. പവർ കുറഞ്ഞ ദൃഷ്ടിയെ ചെയ്യുകയുമുള്ളൂ. അതേസമയം ഗുളികൻ ഒരു പോയിന്റിൽ നിൽക്കുകയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വരികയും ചെയ്താൽ ഗുളികൻ്റെ പവറിനെ ശമിപ്പിക്കാൻ, കുറയ്ക്കാൻ അത് സഹായിക്കും. എന്നാൽ ആ വ്യാഴം തന്നെ ഗുളികനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ പവറിനെ കൂടെ ഗുളികൻ ഊറ്റിയെടുക്കും. അവിടെ രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വ്യാഴം അവിടെ ആക്റ്റീവായി തൻ്റെ ജോലി ചെയ്യാനായിട്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. മാത്രവുമല്ല, 1, 2, 3, 4, 5 5ൽ സൂര്യൻ ചിങ്ങത്തിൽ നിൽക്കുന്നു. ബുധനോടൊത്ത് വളരെ നല്ലതാണ്. പക്ഷേ 1, 2, 3, 4, 5, 6, 7 ശനിയുടെ 7ാമത്തെ ദൃഷ്ടി സൂര്യനിലേക്ക് വരുന്നുണ്ട്. നല്ലതല്ല. നമ്മൾ മനസ്സിൻ്റെ സ്ഥാനത്താണ് 5 സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ശനിയുടെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നതോ എടുക്കുന്നതോ, നമ്മൾ പറയുന്ന കാര്യങ്ങളോട് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുത കലർന്ന രീതിയിൽ അവർക്ക് ചിന്തിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ അറിയാതെയോ അറിഞ്ഞോ സൃഷ്ടിച്ചവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇത്തരം സാഹചര്യങ്ങളൊക്കെ വളരെ ഇത്തരം ആളുകൾ, പ്രത്യേകിച്ചും 2ലൊക്കെ ഗുളികൻ നിൽക്കുന്നു, രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്, വാക്കുകൾ ഉപയോഗിക്കുന്നത് കൃത്യമായ തലത്തിൽ തന്നെയാണ്, കൃത്യമായ അർത്ഥത്തിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വേണം നിർണായകമായ സാഹചര്യങ്ങളിൽ നാക്ക് അല്ലെങ്കിൽ വാക്ക് ഒക്കെ ഉപയോഗിക്കാനായിട്ട്. അതല്ലാത്ത പക്ഷം തെറ്റിദ്ധാരണകൾ പടരാൻ ഇത് വളരെ സഹായകരവുമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. പരസ്പരം ദൃഷ്ടിയാണ്. ശനി സൂര്യനെയും ദൃഷ്ടി ചെയ്യുന്നു, സൂര്യൻ ശനിയെയും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് സൂര്യദശ, സൂര്യൻ്റെ അപഹാരം, ശനിദശ, ശനിയുടെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യനായിക്കോട്ടെ, അതല്ലെങ്കിൽ ശനി ആയിക്കോട്ടെ, കുജനായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ശക്തരായിട്ടുള്ള ഗ്രഹങ്ങൾ തന്നെയാണ്. വ്യാഴം ഇവിടെ പൊതുവേ വീക്കുമാണ്. അപ്പോൾ പ്രായോഗികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ഉപരി കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചുറ്റവട്ടത്തോടു കൂടി തന്നെ ചെയ്തു പോവുകയും ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത ഉള്ള ഗ്രഹനില തന്നെയാണത്. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ അനിഴം ആണ് നക്ഷത്രം. ശനിദശയിൽ ജനിച്ചു. 69 വരെ ശനി, ശേഷം ബുധൻ 86 വരെ, ശേഷം കേതു 7 കൊല്ലം 93 വരെ, ശേഷം ശുക്രൻ്റെ 2013 വരെ 20 കൊല്ലം, ശേഷം സൂര്യൻ 2019 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2029 വരെ, ശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, ശേഷം 18 കൊല്ലം രാഹു, പിന്നീട് വ്യാഴം എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ബുധൻ്റെ അപഹാരമാണ് 2025 ഓഗസ്റ്റ് 13 തൊട്ട് 2027 ജനുവരി 12 വരെ. ചന്ദ്രനിൽ ബുധൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബുധൻ 5ൽ നിൽക്കുന്നു. വളരെ നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് സൂര്യനോടൊത്ത് ബുധനൊക്കെ നിൽക്കുന്നത് പൊതുവേ വളരെ നല്ലതാണെന്ന് പറയുമ്പോഴും ഇവിടെ അത് ശനിയുടെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. ശനിക്കാണെങ്കിൽ രാഹുവിൻ്റെ 9ാമത്തെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ ഈ ദൃഷ്ടി ഇൻഡയറക്റ്റായിട്ട് 5ലേക്ക് വരുന്നുണ്ട്. ശനിയിലൂടെ 5ലേക്ക് എത്തുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അബദ്ധങ്ങൾ പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധനകൾക്ക് ശേഷം മാത്രം പുറത്തേക്ക് വിടുക. അതല്ലാത്ത പക്ഷം അബദ്ധങ്ങൾ, തെറ്റിദ്ധാരണകൾ, എടുക്കുന്ന തീരുമാനങ്ങൾ പിഴയ്ക്കുക പോലെയുള്ള അനുഭവങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാണ്. പ്രത്യേകിച്ച് ചന്ദ്രൻ വളരെ വീക്കുമാണ്. നേരത്തെ പറഞ്ഞു 2029 വരെ ചന്ദ്രദശയുണ്ട്. ബുധൻ കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് കേതുവിൻ്റെ അപഹാരമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. കേതു എവിടെ നിൽക്കുന്നുവോ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടി അവിടേക്കുണ്ടാകും. ഇവിടെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷമാണ് രാഹുവിൻ്റെ 7ാമത്തെ ദൃഷ്ടി കേതുവിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ 6ാം ദൃഷ്ടി ചന്ദ്രനിലേക്കും വരുന്നത്. അപ്പോൾ കേതുവിൻ്റെയൊക്കെ അപഹാരം വരുന്ന സമയത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്, ശരിയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഓരോ ചുവടും വയ്ക്കാവൂ എന്ന് സാരം. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.